ഞാൻ ഇന്ന് പറയാൻ പോണ കഥ കല്യാണ കഥ. സോ ഇനി നമുക്ക് ടൈം കളയണ്ട, സ്റ്റോറി ടെല്ലിംഗ് അഥവാ കഥ പറയൽ അതിലേക്ക് കടക്കാം. ഇതിന്റെ ചങ്ങായി ഞാൻ രാവിലെ എന്റെ കണ്ട കാഴ്ച ഇവ ഉണുങ്ങണെന്നാ കണ്ടത്. ഞങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തം ഉണ്ടായതുകൊണ്ട് നമ്മളവിടെ നിന്നില്ല. പുതിയതിന്റെ വണ്ടിമ വെക്കാനുള്ള പൂവ് അങ്ങനെ നമ്മൾ പോയത്. ഇതാട്ടോ വണ്ടിമ വെക്കാനുള്ള പൂ. അങ്ങനെ ആ പൂ നമ്മളെ വണ്ടിമ വെച്ച് അങ്ങനെ അത് കഴിഞ്ഞ് പെരയെത്തി. ഇന്ത്യൻ ജാസിന്റെ കോസ്റ്റ്യൂം റിവ്യൂ അതിന്റെ ഇടയ്ക്ക് സാജന്റെ കൊമ്മ. അത് കഴിഞ്ഞ് നമ്മൾ കെട്ടിനുള്ള യാത്ര കേട്ടോ. ആ യാത്ര വല്ലാത്തൊരു യാത്ര കേട്ടോ. അത് കഴിഞ്ഞ് പള്ളിയിലെത്തപ്പോ എന്റെ മാസം എൻട്രി. മാസം എന്ന് പറഞ്ഞാൽ പരമാരണ മാസം വല്ലാത്ത ദിവസമാണല്ലേ. പിന്നെ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഇവര് ഇന്നെ വെൽക്കം ഞാൻ നിൽക്കുക. എനിക്കത് വല്ലാത്ത പൊലിവായി. പുതിയൊന്നും മുതാപ്പിളിയും പോണ വണ്ടിയിൽ നമ്മളങ്ങ് പോയി. എന്റെ ഇപ്പം കൂട്ടിന് അപ്പാപ്പിയുണ്ട്, അജയ് മനോജ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതിൽ കയറാൻ. ഈ വണ്ടി കയറാൻ കല്യാണം വരെ കാത്തിരിക്കണോണ്ട് എനിക്കത് പറ്റൂല. അതുകൊണ്ട് നമ്മൾ വേഗം കണ്ട് കയറി. നമ്മള് കല്യാണം കഴിക്കാനായിട്ട് ഞാൻ ആ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തപ്പോൾ അതിനുള്ളിൽ ഏത് പൊന്തി ഓൻ പറയാൻ വല്ലാത്ത ആഗ്രഹം അതങ്ങ് തീർന്നെന്നൊക്കെ. അങ്ങനെ ശരിക്കും പുതിയനും മുതാപ്പിളിയും കൊണ്ടുപോകാൻ എന്റെ ചങ്ങായി അജയ് മനോജിനാണ് ഏൽപ്പിച്ചത്. ഇവൻ പഴയ NCC കാരനാണ്. അതുകൊണ്ട് 100% ഡിസിപ്ലിൻ. വർഷങ്ങൾക്ക് മുമ്പ് പറ്റിച്ച കാര്യം പറഞ്ഞപ്പോ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കാൻ എന്റെ ചങ്ങായി ജാസി. പണ്ട് നമ്മളിന്ന് എല്ലാവരും കമ്മീഷൻ അടിച്ച കാര്യമാണ് ഡൽഹി എല്ലാവരോടും പറഞ്ഞു കിട്ടാം. ഇവനെ പിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുന്ന ആവശ്യമില്ലല്ലോ, ഡിസിപ്ലിൻ മച്ചാൻ. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ കുട്ടാപ്പി മുതാപ്പള്ളി വരും. അപ്പൊ നമ്മളെ മുഹൂർത്തായിട്ടാ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ്. ഞാനും ഡൽഹി അപ്പാപ്പിയും കൂടി ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞാനും ഡൽഹി അപ്പാപ്പി ഈ സമൂഹത്തിന് മാന്ത്രിക. ഓക്കെ ബൈ.